ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈസ്റ്റർ ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് മോർഫസ് ബോട്ടിലും കുറച്ച് പോപ്സിക്കിൾ സ്റ്റിക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഇവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അത് ഹാഫ് പോർഷൻ ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്, ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കുന്നില്ല. ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോപ്സിക്കിൾ സ്റ്റിക്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മോർഫസിൻ്റെ ചുറ്റും വെച്ച് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബാസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു മോഡലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിനകത്തേക്ക് പിന്നെ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ എഗ് ഡെക്കറേഷൻസ് ആണ്. അതായത് ഈസ്റ്റർ ബണ്ണീനെയും ഈസ്റ്റർ എഗ്ഗും എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ ബോട്ടിൽ ത്രൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കണ്ടോ, ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബാസ്ക്കറ്റിൻ്റെ മുകളിൽ പിടിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് ഇതാ എനിക്കൊരു പ്ലൈവുഡിൻ്റെ ഒരു ചെറിയൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പ്ലൈവുഡിൻ്റെ മുകളിലൊക്കെ നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കവർ ചെയ്യുന്നൊരു പോർഷനാണത്. അതേതൊരു ഒരു പലകേമെന്ന് എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു എന്താ പറയുക, ഈ ബാസ്ക്കറ്റിൻ്റെ പിടി പോലെ ഞാൻ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയുടെ അടിവശം ഒക്കെ പൊട്ടിച്ച് ഞാനത് ഓംലെറ്റിനായിട്ട് എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊണ്ട് മാത്രം ബാക്കിയുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ 4 മുട്ടയുടെ തൊണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈസ്റ്റർ എഗ് ആയിട്ട് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ഇരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് ഈസ്റ്റർ എഗ്സാക്കി മാറ്റാനാണ് പോവുക. അതിന് മുൻപ് ഈ മോർഫസിൻ്റെ സ്റ്റാൻഡ് പോലുള്ള ഒരു ഭാഗമല്ലേ, ആ ടോപ്പ് പോർഷൻ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ഫോം ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഫോം ഫ്ലവേഴ്സ് വെച്ച് ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പലർക്കും ഈസ്റ്റർ എഗ്ഗും അതുപോലെ ഈസ്റ്റർ ബണ്ണി എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ സ്റ്റോറിയും ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ഈസ്റ്റർ എഗ്ഗ് ആൻഡ് ഈസ്റ്റർ ബണ്ണി എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഇത് ചെയ്തെടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റർ ബണ്ണീനെയാണ്. ഈസ്റ്റർ ബണ്ണീനെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എൻ്റെ മോളുടെ സോക്സ് എടുത്തിട്ടുണ്ട്. ചെറിയ സോക്സ്, അവൾ കുഞ്ഞായിരുന്നപ്പോഴത്തെ സോക്സാണ് കേട്ടോ അത്. അപ്പോൾ ആ സോക്സിലേക്ക് ഞാൻ ഫൈബർ കോട്ടൺ എടുത്ത് നിറച്ച് കൊടുക്കുകയാണ്. ഫൈബർ കോട്ടൺ എനിക്ക് വാച്ചിൻ്റെ ഒക്കെ ഒരു സംഭവം വാങ്ങിയപ്പോൾ കിട്ടിയതായിരുന്നു കേട്ടോ, ഒരു പൗച്ച് പോലെ. അപ്പോൾ ആ ഫൈബർ കോട്ടണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. കുറച്ച് റബ്ബർ ബാൻഡും ഈ ഒരു സോക്സും അതുപോലെ തന്നെ ഈ ഫൈബർ കോട്ടണും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബണ്ണീനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നിറച്ച് ഫൈബർ കോട്ടൺ നിറച്ച് ഞാൻ ഇതൊരു കുഞ്ഞൊരു ചാക്ക് കെട്ട് പോലെ ആക്കിയെടുക്കുകയാണ് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട്. ഇനി അത് നമുക്ക് ഫേസും ബോഡിയൊക്കെ ആയിട്ട് മാറ്റാം. അതിനായിട്ട് കുറച്ച് ചെറിയൊരു പോർഷൻ മാറ്റി ഞാനിതാ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തല കിട്ടിക്കഴിഞ്ഞു. ബണ്ണിയുടെ തല റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം കൂർപ്പിച്ചെടുത്തിട്ട് തലയുടെ ഭാഗത്തെ നമ്മുടെ ഒരു ഫേസ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൂർപ്പിച്ചെടുത്തിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ ചെവി കട്ട് ചെയ്തെടുക്കുകയാണ്. ചെവിയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയാം, ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ഇരിക്കും. അപ്പോൾ ആ മുകളിൽ എക്സസ് വന്ന ഭാഗമാണ് നമ്മൾ ചെവിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാം. ഈസ്റ്റർ ബണ്ണിയുടെ കണ്ണ് വരച്ച് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ബ്രൗൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണ് വരച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മൂക്ക് വരയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു പിങ്ക് കളറ് ക്യൂടെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മൂക്ക് വരച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്യൂടെക്സ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു തുമ്പ് പോർഷനിൽ ഇങ്ങനെ മൂക്ക് വരച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോഴേ നമുക്ക് ടാഗ്സ് കിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തണ്ട് പോലൊരു സംഭവം നമുക്ക് കിട്ടില്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മീശ പോലെ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഒരു ബണ്ണിക്കും മൂക്കൊക്കെ എന്താ പറയുക, 2 ആ ഒരു എന്താ പറയുക രോമം പോലെ ഒരു സംഭവം നിൽക്കില്ലേ, മീശ പോലെ, അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ ഒരു പല്ല് വെച്ച് കൊടുത്തു. ഞാൻ ആ ടാഗിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണിക്ക് കഴുത്തിലേക്ക് ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊരു ബോ കെട്ടി കൊടുക്കാം. അതും കൂടി കഴിഞ്ഞ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ബണ്ണി ഇവിടെ റെഡിയായി. ഇതുപോലത്തെ 2 ബണ്ണീസിന് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ചന്തമായിട്ട് നമ്മൾ ആ സാറ്റൻ റിബൺ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സൈഡ് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. നമ്മുടെ 2 ബണ്ണിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എഗ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ബാസ്ക്കറ്റ് ഇങ്ങനെ കളർ ചെയ്യാതെ കിടക്കുമല്ലേ, അപ്പോൾ ബാസ്ക്കറ്റ് നമുക്ക് കളർ ചെയ്തെടുക്കാൻ ഞാൻ ഡാർക്ക് ബ്രൗണും ബേൺ സിയന കളറും യൂസ് ചെയ്തിട്ട് അതൊന്ന് എന്താ പറയുക കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഫിൽബർട്ട് ബ്രഷ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ബാസ്ക്കറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ഡാർക്ക് ബ്രൗണും ബേൺ സിയന കളറും യൂസ് ചെയ്തിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ എഗ്ഗിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഈസ്റ്റർ എഗ്ഗ് കൊടുക്കുന്നത് ശരിക്കും മെസപ്പൊട്ടാമിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അതിൻ്റെ ഈ ഒരു ആചാരം സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ഇത് ശരിക്കും ഈ ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്ഗും ബൈബിളായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ. ബൈബിളിലൊന്നും ഇതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും മനുഷ്യരായിട്ട് തന്നെ തുടർന്നു പോകുന്നൊരു ആചാരം പോലെയാണ് കണ്ടുവരുന്നത്. അപ്പം മെസപ്പൊട്ടാമിയയിലായിരുന്നു ഈ ഒരു എഗ്ഗിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ബണ്ണിയെ കുറിച്ചൊക്കെയുള്ള സ്റ്റോറീസ് വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിയോൺ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇനി എഗ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിയോൺ കളേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാലോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. 4 കളറിൻ്റെ ഷെയ്ഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ഞാനത് നമ്മുടെ മുട്ടകളൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി തുടരാം. അപ്പോൾ ഈ എഗ്ഗ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽറ്റപ്പോൾ ഈശോയുടെ റീബർത്ത് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ മുട്ട പൊട്ടിയിട്ട് വരുന്ന ഒരു ജീവൻ, അതായത് പുതിയൊരു ജന്മം എന്നുള്ള രീതിയിൽ, പുനർജന്മം എന്നുള്ള രീതിയിലാണ് ഈ ഒരു എഗ്ഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവർ തുടങ്ങിയത്. അതുപോലെ തന്നെ ഒഴിഞ്ഞ മുട്ടത്തോട് അവർ ഈശോയുടെ ഒഴിഞ്ഞ കല്ലറയായിട്ടും സങ്കല്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെഡ് കളറിലാണ് അവർ ആദ്യം ഈ മുട്ടകളൊക്കെ ഡിസൈൻ ചെയ്ത് വന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും അതേ തുടർന്ന് ഈശോയുടെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു വന്ന രക്തത്തിൻ്റെ കളറായിട്ടാണ് അവർ ഈ റെഡ് സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എഗ്ഗിനൊക്കെ റെഡ് കളറാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നീടാണ് കാലക്രമേണ ഈ എഗ്സൊക്കെ ഭയങ്കര ഡിസൈൻസിലും അതുപോലെ ചോക്ലേറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ എഗ്സായി മാറി. ഇപ്പോൾ അത് യൂറോപ്പിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആചാരമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ എഗ്ഗ് കണ്ടെത്തുക, ഒളിപ്പിച്ച് വെക്കുക, എന്നിട്ട് എഗ്ഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു ചടങ്ങായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ അയർലൻഡിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രാധാന്യം കണ്ടത്. അവിടെ കുട്ടികൾക്കൊക്കെ ഈസ്റ്റർ എഗ്സ് വാങ്ങിച്ച് ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ. ഞാൻ അവിടെയാണ് ഈ ഒരു സംഭവം കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ കുറേ എഗ്സ് ഇതുപോലെ കൊണ്ടുവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് കൊണ്ടാണ് അവിടെ എഗ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ ഈസ്റ്ററിൻ്റെ സമയത്ത്, ഈസ്റ്റർ സീസണിൽ ഒരുപാട് ചോക്ലേറ്റിൻ്റെ വലിയ വലിയ എഗ്സും അതുപോലെ എല്ലാ ചോക്ലേറ്റ് കമ്പനീസും എഗ്സ് ഇറക്കും. അതുപോലെ തന്നെ ഈസ്റ്റർ ബണ്ണിനെയും അവർ ഈ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ എഗ്ഗ് ഇവിടെ റെഡിയായി. ഇനി ബണ്ണിയുടെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചൊന്നും ബണ്ണിയെക്കുറിച്ച് വലിയ ഐതിഹ്യങ്ങളൊന്നുമില്ല. അതായത് പറയുന്നത് ബണ്ണി ഒരു ഫെർട്ടിലിറ്റിയുടെ ഗോഡസ് ആയിട്ട് കരുതപ്പെടുന്നുണ്ട് അമേരിക്കയിലൊക്കെ. അപ്പോൾ എന്താ പറയുക, ഈശോ 2ാമത് ബോണായി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, 2ാമത് ഉണ്ടായി എന്നാണല്ലോ പറയുന്നത്, പുനർജന്മമാണ്. അപ്പോൾ ഈ ഫെർട്ടിലിറ്റിയുടെ ഗോഡസ് ആയ ഈ റാബിറ്റ് ഐശ്വര്യം കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റർ ബണ്ണിനെയും അവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത് അത്ര ഫേമസ് അല്ലാത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ബണ്ണിനെയും ഈസ്റ്റർ എഗ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ ഒന്ന് എല്ലാവരും ഒന്നും കൂടെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ആരും മറക്കണ്ട. കമൻറ്റ് ചെയ്യാനും ആരും മറക്കാതിരിക്കുക. പുതിയതായിട്ട് എൻ്റെ ചാനൽ വരുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ, ഓൾ തന്നെ നോക്കി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെയൊക്കെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും സ്റ്റേ സേഫ് and bye.